മംഗലാപുരത്ത് ഒരു മണ്ണാറശാല. അതാണ് കുടുപ്പു ശ്രീ അനന്തപത്മനാഭ ക്ഷേത്രം. കുടുപ്പു എന്നത് തുളു വാക്കാണ്. അതായത് ഉണങ്ങിയ വള്ളിച്ചെടിയിൽ നിന്ന് നിർമ്മിച്ച കൊട്ട എന്ന അർത്ഥം വരുന്ന കുടുപ്പു എന്ന തുളു വാക്കിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. മംഗലാപുരം മൂടഭദ്രി കാർക്കള റൂട്ടിൽ NH-13 മംഗലാപുരം നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് കുടുപ്പു അനന്ത പത്മനാഭ ക്ഷേത്രം. സർപ്പാരാധനയ്ക്ക് ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. എല്ലാ ദിവസവും ക്ഷേത്രം രാവിലെ 6 മുതൽ 12:30 വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8:30 വരെയും തുറക്കും. ഡിസംബർ മാസത്തിൽ നടക്കുന്ന വാർഷിക ഷഷ്ഠിയാണ് പ്രസിദ്ധമായ ഉത്സവം. നാഗപഞ്ചമിയും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. പുരാണങ്ങളിൽ ഈ ക്ഷേത്രം കുടുപ്പെന്നറിയപ്പെടുന്നതിന് ഒരു കഥയുണ്ട്. കേദാർ എന്ന ബ്രാഹ്മണ വേദപണ്ഡിതൻ ഒരു കുട്ടിയുണ്ടാകാത്തതിൽ അതീവ ദുഃഖിതനായിരുന്നു. ഇതിനൊരു പരിഹാരം തേടി ഭദ്രാ സരസ്വതി തീർത്ഥയുടെ അടുത്ത് താമസിക്കുന്ന ശൃംഗമുനി എന്ന സന്യാസിയുടെ അടുത്തെത്തുകയും തൻ്റെ ദുഃഖത്തിൻ്റെ കാരണം പറയുകയും ചെയ്തു. ഇത് കേട്ട സന്യാസി അദ്ദേഹത്തോട് അവിടെ താമസിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുവാൻ പറഞ്ഞു. ഇത് കേട്ട കേദാർ കഠിനമായി തപസ് ചെയ്യുകയും അത് വർഷങ്ങളോളം തുടരുകയും ചെയ്തു. കേദാറിൻ്റെ തപസ് കണ്ട് ദേവതകൾ ബ്രഹ്മാവിനെ കാണുകയും മഹാവിഷ്ണുവിനു മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നു പറഞ്ഞ് ബ്രഹ്മാവും ദേവതകളോടൊപ്പം മഹാവിഷ്ണുവിനെ കാണുകയും എന്നാൽ കേദാർ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം സുബ്രഹ്മണ്യ സ്വാമി കേദാറിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. കേദാറും ഭാര്യയും കുഞ്ഞിനെ പ്രതീക്ഷിച്ച് ഭദ്രാ തീർത്ഥ നദിയുടെ അടുത്ത് തന്നെ സുബ്രഹ്മണ്യനെ ആരാധിക്കുകയും വർഷങ്ങൾക്ക് ശേഷം കേദാറിൻ്റെ ഭാര്യ ഗർഭിണിയാകുകയും 9 മാസങ്ങൾക്ക് ശേഷം സർപ്പമുട്ടകളോട് സാമ്യമുള്ള 3 മുട്ടകളെ പ്രസവിക്കുകയും ചെയ്തു. ഈ മുട്ടകൾ മഹാവിഷ്ണുവിൻ്റെയും മഹാശേഷൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും അവതാരമാണ്. സുബ്രഹ്മണ്യനെ തപസ് ചെയ്ത സ്ഥലത്ത് രഹസ്യമായി മുട്ടകൾ സ്ഥാപിക്കുവാൻ ഉപദേശിച്ചു കൊണ്ടുള്ള ഒരു ദിവ്യ ശബ്ദം കേൾക്കുകയും ഉടൻ കുടുപ്പു എന്ന് വിളിക്കപ്പെടുന്ന കാട്ടുചെടികളാൽ നെയ്ത ഒരു കൊട്ടയിൽ സൂക്ഷിച്ച് അനന്തപത്മനാഭനെ ധ്യാനിച്ച് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. പിന്നീട് ഈ സ്ഥലത്ത് ഒരു ഉറുവാണി എന്ന ഉറുമ്പ്, അതായത് ചിതൽപുറ്റ് വളർന്നു. ഈ സ്ഥലമാണ് കുടുപ്പെന്ന് അറിയപ്പെടുന്നത്. ശ്രീകോവിലിലെ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായ അനന്തപത്മനാഭനാണ്. സർപ്പദേവസ്ഥാനം ഇവിടെ നാഗബാന എന്ന് അറിയപ്പെടുന്നു. ഇത് കിഴക്കുഭാഗത്താണെങ്കിലും പടിഞ്ഞാറ് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 300-ലധികം നാഗവിഗ്രഹങ്ങൾ ഈ നാഗബാനയിലുണ്ട്. തെക്കുഭാഗത്ത് ഉപദേവതയായ ശ്രീദേവിയും മഹാഗണപതിയും ഉണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന റൂവാണി എന്ന ഉറുമ്പ്, അതായത് ചിതൽപുറ്റ്, അതിനടുത്തായി സുബ്രഹ്മണ്യ ഭഗവാന്റെ ഒരു ശിലാവിഗ്രഹവുമുണ്ട്. പ്രധാന ശ്രീകോവിലിൽ ഇരുവശത്തും ജയവിജയന്മാരുടെ ശിലാവിഗ്രഹങ്ങളും ഉണ്ട്. ക്ഷേത്രത്തിനു മുന്നിൽ ഒരു വാൽമീക മണ്ഡപമുണ്ട്. അതിന് ഇരുവശത്തും അയ്യപ്പൻ്റെയും നവഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠകളുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഐതിഹ്യം ശൂരസേനൻ എന്ന രാജാവ് തൻ്റെ പാപത്തിൻ്റെ പരിഹാരം തേടി മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും ആരാധന തീവ്രമായപ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് രാജാവിനോട് ഒരു ദിവസം കൊണ്ട് ഇവിടെ ക്ഷേത്രം പണിയണമെന്നും പണി പൂർത്തിയായാലുടൻ തൻ്റെ പാപപരിഹാരം കിട്ടുമെന്നും പറഞ്ഞു. രാജാവ് വളരെ സന്തുഷ്ടനായി ക്ഷേത്രം പണിയാൻ തയ്യാറായി. എല്ലാ ശില്പികളും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ക്ഷേത്രം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തപ്പോൾ
ക്ഷേത്രം പണിയുന്നത് നിർത്താനും അത് അതേപടി ഉപേക്ഷിക്കാനുമുള്ള ഒരു ദിവ്യ ശബ്ദം ആകാശത്ത് നിന്നും കേട്ടു. ക്ഷേത്രം പണിയുന്നതിനിടയിൽ നിർത്തിയതിനാൽ ഇന്നും ക്ഷേത്രത്തിൽ മുകളി ഇല്ല, അതായത് ശ്രീകോവിലിലെ മുകൾ ഭാഗം. ഇതോടെ രാജാവിന് കൈകൾ തിരിച്ചു കിട്ടുകയും തൻ്റെ ജീവിതകാലം മുഴുവൻ മഹാവിഷ്ണുവിനെ സേവിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ആശ്ലേഷ ബലി. ആശ്ലേഷ ബലി ഇവിടെയാണ് നടത്തുന്നത്. ഏകാദശിയും ഉത്സവ ദിവസവും ഒഴികെ എല്ലാ ദിവസവും ഈ വഴിപാട് നടത്താം. ഈ സേവയിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് ഭദ്ര സരസ്വതി തീർത്ഥം. ഈ കുളത്തിൽ കുളിക്കുന്നവർ സന്താനങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുകയും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടുകയും ചെയ്യും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.